ഹായ് എവരി വൺ. ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഈ ഒരു വീഡിയോ. ജർമ്മനിയിലെ മാസ്റ്റേഴ്സ് അഡ്മിഷന് വേണ്ടി പുതുതായി ഏർപ്പെടുത്തിയ ഒരു റിക്വയർമെൻ്റ് ആണ് ഡിമാറ്റ് അഥവാ ഡിജിറ്റൽ മാസ്റ്റേഴ്സ് അസസ്മെൻറ്റ് ടെസ്റ്റ്. എന്താണ് ഈ ഡിമാറ്റ്? ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഡിമാറ്റ് വന്നതോടുകൂടി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന APS പ്രോസസ്സ് ഇനി ചെയ്യേണ്ടതില്ലേ എന്നുള്ളത്. ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഡിമാറ്റ് ഒരിക്കലും APS വെരിഫിക്കേഷന് പകരമുള്ള ഒരു ടെസ്റ്റ് അല്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യുന്ന APS പ്രോസസ്സ് അതുപോലെ തന്നെ തുടരും. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു അഡീഷണൽ ടെസ്റ്റ് മാത്രമാണ് ഈ ഡിമാറ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആരൊക്കെയാണ് ഈ എക്സാം എഴുതേണ്ടത് എന്നുള്ളതാണ്. നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രി കൊമേഴ്സ്, അക്കൗണ്ടിങ്, ഫിനാൻസ്, എക്കണോമിക്സ്, ബിസിനസ്, ഇനി അതുമല്ലെങ്കിൽ മാനേജ്മെന്റ്, ഇതിലേതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡിമാറ്റ് എഴുതേണ്ടതായിട്ട് വരും. അതേസമയം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെയുള്ള പ്യുവർ സയൻസ് ആണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ BCA കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും എക്സെപ്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ APS സെന്ററിൽ നിന്ന് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ഈ എക്സാം എഴുതണോ വേണ്ടോ എന്നുള്ള ഫൈനൽ ഡിസിഷൻ വരുന്നത്. അടുത്തതായിട്ട് ഡിമാറ്റിന്റെ പ്രധാനപ്പെട്ട ഡേറ്റ്സിലോട്ട് വരാം. നിങ്ങൾ 2027 ഏപ്രിൽ സമ്മർ സെമിസ്റ്റർ ഇൻടേക്കിലോട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഈ എക്സാം നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്നാൽ നിങ്ങൾക്കായിട്ട് ഒരു അടിപൊളി ഗുഡ് ന്യൂസ് ഉണ്ട്. വരാൻ പോകുന്ന വിന്റർ സെമിസ്റ്റർ 2026 നിങ്ങൾ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡിമാറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ 2026 ജൂൺ 29 മുന്നേ APS ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്കും ഡിമാറ്റ് ആവശ്യമില്ല. അതുകൊണ്ട് ഈ വരുന്ന വിന്റർ സെമിസ്റ്റർ സെപ്റ്റംബർ 2026 അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും വൈകണ്ട. വി സ്റ്റിൽ ഹാവ് സീറ്റ്സ് അവൈലബിൾ. ഇനി ഭാവിയിലെ ഇൻടേക്ക് ലക്ഷ്യം വെക്കുന്നവർക്കായി ഡിമാറ്റിന്റെ എക്സാക്ട് ഷെഡ്യൂൾ എപ്പോഴാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂൺ 29, 2026 മുതലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 15, 2026 ആണ്. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിലോട്ട് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുക. മൂന്നാമതായിട്ട് ഇതിന്റെ എക്സാം നടക്കുന്നത് സെപ്റ്റംബർ 26, 2026 ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരീക്ഷ കഴിഞ്ഞ് വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് ഒക്ടോബർ 12 തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ഒരു കൺസേൺ ആണ്, ഇതിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ എന്നുള്ളത്. ഇതൊരു സബ്ജക്റ്റ് എക്സാം അല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കി കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാവാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ ലോജിക്കൽ റീസണിങ്, അക്കാഡമിക് ആപ്റ്റിറ്റ്യൂഡ്, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല്, ഇതിനെയൊക്കെ ബേസ് ചെയ്യുന്ന ജനറൽ ടെസ്റ്റ് ആണ് ഡിമാറ്റ്. ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ വയനാട്, മാനന്തവാടിയിൽ ഇതിൻ്റെ എക്സാം സെൻറ്റർ ഉണ്ട്. അതുകൂടാതെ അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ഭോപ്പാൽ, ചെന്നൈ, മുംബൈ, ന്യൂഡൽഹി, പൂനെ, ഈ സിറ്റികളിലാണ് ഇതിൻ്റെ എക്സാം സെൻറ്ററുകൾ ഉള്ളത്. സ്ലോട്ട്സ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് സമ്മർ സെമിസ്റ്റർ 2027 മുതലാണ് നിങ്ങൾ ജർമ്മനി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡിമാറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഡിമാറ്റിൽ ഉയർന്ന സ്കോർ നേടി എന്നുള്ളത് കൊണ്ട് മാത്രം ജർമ്മനിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ കഴിയില്ല. നിങ്ങളുടെ APS റിപ്പോർട്ട്, ഡിമാറ്റിന്റെ റിസൾട്ട്, നിങ്ങളുടെ IELTSന്റെ സ്കോർ, ഇതെല്ലാം ഒരുമിച്ച് നോക്കിയതിന് ശേഷമായിരിക്കും ജർമ്മൻ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുക. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുക. നിങ്ങളുടെ കോഴ്സുകൾക്ക് ഡിമാറ്റ് ആവശ്യമുണ്ടോ, ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതോസ് സ്റ്റഡി അബ്രോഡ്.